know that I lie when I say that I'm fine, 'cause you know me like that. You know me better than anyone I know. Yeah, you know I need space, a little time for myself when I'm stressed and upset. You know me better than anyone I know. Darling, we have been. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ, ഞങ്ങൾ ലക്നൌവിൽ നിന്ന് അമീനാബാദ് മാർക്കറ്റിൽ നിന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ തിരിക്കുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് ഇമാംബാഡ എന്ന് പറയുന്നത്. അത് ലക്നൌവിലത്തെ ഫേമസ് ബിൽഡിംഗ് ആട്ടോ. അപ്പോൾ അവിടേക്ക് പോകാം, അവിടേക്ക് ഒന്ന് കാണാമെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് ഞങ്ങൾ എത്തി. അപ്പോൾ അവിടെ എത്തി നമ്മളങ്ങനെ ചോദിച്ചറിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് 100 രൂപ നമ്മൾ കൊടുക്കണമെങ്കിൽ അവർ നമ്മളവിടെ അടുത്ത് തന്നെയായിട്ടുള്ള 5 ബിൽഡിംഗ് ഉണ്ട്, ഫേമസ് ആയിട്ടുള്ള ബിൽഡിങ്ങുകൾ. അപ്പൊ അതെല്ലാം നമ്മൾ കാണിച്ചു തരാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞങ്ങള് അവരുടെ തന്നെ വണ്ടിക്ക് ഓട്ടോയ്ക്ക് കൊണ്ടുപോയി കാണിക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മളിതേ അത് സംബന്ധിച്ച് അങ്ങനെ അതിനകത്ത് കയറി ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടോണ്ടിരിക്കട്ടോ. ഇമാംബാഡ എന്ന് പറയുന്ന ആ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് ഓട്ടോ കിട്ടിയിട്ടോ. അപ്പൊ അങ്ങനെ ഓട്ടോയിൽ കയറി ഞങ്ങളിതാ ഇനി അടുത്ത സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് തിരിക്കുകയാണ്. कंबाइंड होगा 60 रुपए का, और अगर खाली आप भूलभुलैया जाएंगे तो 50 रुपए. ഞങ്ങളങ്ങനെ ഒരുമിച്ച് ഇതാ ഓട്ടോയിൽ ഇങ്ങനെ ഒരു ഓട്ടോയിൽ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കയറി അങ്ങനെ പോകണം. അപ്പൊ എന്തായാലും നമ്മുടെ ഓട്ടോ ഡ്രൈവർ ചേട്ടന് നല്ലപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനൊക്കെ അറിയായിരുന്നു, ഓരോ സ്ഥലത്തിനെ പറ്റി ഓരോ ബിൽഡിങ്ങിനെ പറ്റിയും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാം വ്യക്തമായിട്ട് ഒക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ തന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മളെ വണ്ടിയിൽ നിന്ന് ഇറക്കി എല്ലാം പറഞ്ഞൊക്കെ തന്ന് ആ സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ടാണ് പിന്നെ അടുത്ത ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് നമ്മള്. समय बनाया है उस जमाने में गरीब लोगों से बनवाते थे, रात को अमीर लोगों से तुड़वा देते थे. अमीर गरीब दोनों पैसे लेते. ഈ ബിൽഡിങ്ങിന്റെ പേര് റൂമി ദർവാജ എന്നാട്ടോ. അപ്പൊ ഇതിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ ഒക്കെ ആള് തന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക്. इस गेट को बनाने के लिए रोम से आर्किटेक्चर आया था जिसका नाम था रूमी. റൂമി सूफी थे वो, उन्हीं के नाम से गेट चल रहा है. रूमी दरवाजा, रूमी गेट. ये रूमी दरवाजा है. ഞങ്ങളിപ്പോ ഉള്ളത് റൂമി ദർവാജ എന്ന് പറയുന്നതിന്റെ ഫ്രണ്ടിലാട്ടോ. ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ചു നേരം കാഴ്ചകളൊക്കെ കണ്ടു, പിന്നെ ഫോട്ടോസ് ഒക്കെ എടുത്തു തന്നു കേട്ടോ. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്തു തന്നു, ഇതിന്റെ ഈ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിലൊക്കെ നിൽക്കുന്ന ഫോട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഇവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞ് പിന്നെ നമ്മൾ വീണ്ടും ഓട്ടോയിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് ഇതായി എത്തിക്കൊണ്ടിരിക്കണം. ഈ 5 ബിൽഡിങ്ങും ഇവിടെ അടുത്തടുത്ത് തന്നെയാണ്, അധികം ദൂരമില്ല. അപ്പൊ അങ്ങനെ ഇതാ രണ്ടാമത്തെ സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോ ഇത് ഒരു ഷാഹി താലാബ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലമാണ് കേട്ടോ. इसका क्या नाम है? शाही तालाब. शाही तालाब. इसका नाम से नवाब वाजिद अली से. क्या नाम है इसका? ये क्लॉक टावर घंटाघर. ക്ലോക്ക് ടവർ ഗണ്ടാഗർ. ഇത് 1832 പണിതതാണ്. ഇനി ക്ലോക്ക് 1881 പണിതതെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അവിടുന്ന് 1-2 ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഇനി 3-ാം സ്ഥലത്തേക്ക് പോകണം കേട്ടോ. അപ്പൊ അത് ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയല്ല, കുറച്ച് ദൂരം പോകാനുണ്ട്. അപ്പൊ നമ്മളിതിങ്ങനെ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മളൊരു കൊണ്ടുപോകുന്നത് ഇവിടുത്തെ ചിക്കൻ ഫാക്ടറിയിലേക്ക് കേട്ടോ. ചിക്കൻ വർക്ക് ഫാക്ടറി എന്ന് പറയുമ്പോൾ ചിക്കൻ ഡ്രസ്സസ്, ചിക്കൻ വർക്കുള്ള ഡ്രസ്സ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു ഷോപ്പിലേക്കാട്ടോ. ചിക്കൻ വർക്ക് കാര്യങ്ങളുള്ള സ്യൂട്ട്, അതുപോലെ സാരി എല്ലാം കാണാട്ടോ, ഡ്രസ്സൊക്കെ. അപ്പോൾ ഇവർ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കണേന്നും കൂടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനെ കൂടെ പറഞ്ഞതുകൊണ്ട് കാണാമെന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങണം, സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരണം. തൊട്ടടുത്ത് തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ പ്രിന്റിങ്ങും അതുപോലെ തന്നെ അവർ എംബ്രോയിഡറി തുന്നുന്നതും അങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങളൊക്കെ ഇവിടെ കാണിച്ചു തന്നായിരുന്നു കേട്ടോ ഞങ്ങളെ. ഇവിടെ ആദ്യം കട്ട് ചെയ്തെടുക്കും തുണികളെയൊക്കെ. പക്ഷെ അവിടെ ലേഡീസ് ഒക്കെയാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരെ വീഡിയോയിൽ അധികം ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഇവർ ചെയ്യുന്ന വർക്കിന്റെ മാത്രം ഞാൻ ജസ്റ്റ് ചെറിയൊരു ക്ലിപ്പ് എടുത്തതാണ് നിങ്ങളെ കാണിച്ചു തരാനായിട്ട്. അപ്പൊ ഈ രീതിയിലാണ് അവര് ചിക്കൻ വർക്കൊക്കെ ചെയ്യുന്നത് കേട്ടോ, ഡ്രസ്സുമേയൊക്കെ. അപ്പൊ കോട്ടൺ തുണിയുമേയും പോളിസ്റ്ററുമേയും അതുപോലെ സിൽക്ക് തുണിയുമേയും അങ്ങനെ പല മെറ്റീരിയലിലും അവര് ഈ ചിക്കൻ വർക്ക്, കടായി വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ ചിക്കൻ വർക്ക് എന്ന് പറയുന്നത്. ചിക്കൻ കടായി വർക്ക്. ചിക്കൻ കടായി നമ്മുടെ നാട്ടിലൊക്കെ തിന്നണ സാധനമാണ്. പക്ഷെ ഇത് ഇതിന്റെ ഈ വർക്കിന്റെ പേരാണ് ചിക്കൻ വർക്ക്. अलग अलग डिजाइन है.
सब हाथ से ब्लॉकिंग करेंगे, जो वर्क देख रहे सब हाथ से। सब हाथ से कर रहे हैं, कई में लगे दल्ला तो ये जो सीक्वेंस लगा हुआ है ये भी हाथ से स्टिच है आपका पूरा। ये साड़ी आती है आपकी जॉर्जेट, हाँ ये जॉर्जेट की साड़ियाँ हैं, अलग अलग डिजाइन की साड़ी है, वैसे हाथ से करें तो सब हाथ का है, हाँ पैसे कूट लेटा ये सब कितने का होता है? सब अलग अलग रेंज। ये सूट में आपकी स्टार्टिंग होती है सूट के कपड़े की 1250 यहाँ से, ये सूट से होती है। इसमें आपका कॉटन की शलवार है, कॉटन का दुपट्टा है और कॉटन की ഇതുവരെ ഷോപ്പിന്റെ അഡ്രസ്സും ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ തന്നേക്കുന്നത് കേട്ടോ. നമുക്ക് വീട്ടിലിരുന്ന് വേണമെങ്കിൽ ബുക്ക് ചെയ്തവര് നമുക്ക് സെൻഡ് ചെയ്ത് തരുന്നും പറഞ്ഞ് അങ്ങനെ തന്നിരിക്കുന്നതാണ്. അതായത് നമ്മള് ഷോപ്പിൽ വന്നതല്ലേ, അപ്പൊ നമുക്ക് നോക്കാന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ നോക്കിട്ടോ. അങ്ങനെ അഞ്ജുവിന് ഒരു റെഡ് കളറുള്ളതും എനിക്കൊരു ഗ്രീൻ, പിന്നെ മിടുവിനും ഇഷ്ടപ്പെട്ടൊരു കളർ. അങ്ങനെ ഞങ്ങൾക്ക് 3 പേർക്കും ഒരേ സ്യൂട്ടിന്റെ ഞങ്ങള് റെഡിമെയ്ഡ് എടുത്ത് മിടു മെറ്റീരിയൽ എടുത്ത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോരാണ് കേട്ടോ. ഇനി നമ്മൾ തിരിച്ച് നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ പോകണം. അതായത് നമ്മൾ എവിടെ നിന്നാണ് ഓട്ടോയിൽ കയറി ആ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകണം. അപ്പോഴേക്കും എല്ലാവരും അടുത്തു കേട്ടോ. അപ്പൊ അങ്ങനെ കണ്ട സ്ഥലങ്ങളൊക്കെ ഒരുവിധം വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം നമ്മൾ കണ്ടു, അവർ കാണിച്ചു തന്നു. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് ആക്കുന്നുണ്ട്. അപ്പൊ ഇനി അവിടുന്ന് നമുക്ക് നമ്മളുടെ വണ്ടിയിൽ കയറി നമുക്ക് തിരിച്ചിനി വീട്ടിലേക്ക് പോരണം. അപ്പൊ ബസ്സിലേക്ക് തന്നെ തിരിച്ചു വരണം. അപ്പോൾ അതിനായിട്ട് പോവാണ് എല്ലാവരും. ഇത്രയും നേരത്തെ യാത്രയൊക്കെ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ രാവിലെ തൊട്ടുള്ള യാത്രയല്ലേ, സൂ കാണലും ഒക്കെ ആയിട്ട് അങ്ങനെ മൊത്തത്തിലും മടുത്തു തുടങ്ങി, ക്ഷീണായി. അപ്പൊ ഇനി തിരിച്ചു പോകാന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങളിതാ നമ്മള് കയറിയ അതേ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ്റെ അടുത്തേക്ക് നമ്മൾ ടാക്സി ബുക്ക് ചെയ്തിരുന്നത്, ആ ഒരു ടാക്സിയിൽ കയറിയിട്ട് വേണം നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ അടുത്ത് പോയി നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് എത്താനായിട്ട്. അപ്പൊ അവിടെയാണ് നമ്മുടെ സൂട്ട് കേസും ബാഗും കാര്യങ്ങളൊക്കെ ഇരിക്കണത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് പോന്നതാ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ അടുത്ത് എത്തി. ഇതാ നമ്മുടെ നമ്മൾ വാങ്ങിയ ഐറ്റംസ് എല്ലാം വണ്ടിയിലൊക്കെ വെച്ച് നമ്മുടെ സൂട്ട് കേസും ബാഗും ഒക്കെ സെറ്റാക്കി ഇതാ വെച്ച് നമ്മളിനി ഇവിടുന്ന് ബസ്സിലേക്ക് നേരിട്ട് തിരിച്ചു പോകണം കേട്ടോ. അപ്പൊ അങ്ങനെ ഇവിടുത്തെ ചേട്ടനോടും ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ ലക്നൗ കാഴ്ചകളൊക്കെ അങ്ങനെ ഒരുവിധമൊക്കെ കണ്ടു തീർന്നു. എല്ലാവർക്കും മടുപ്പായി. അപ്പൊ പിന്നെ മടുത്തുകൊണ്ടും ഒരുവിധം നല്ല ചൂടുണ്ടായിരുന്നു, വെയിലും ചൂടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാരണം എല്ലാവർക്കും ഒരു ക്ഷീണമൊക്കെ ആയി. അപ്പൊ അങ്ങനെ ഇനി ഞങ്ങൾ തിരിച്ചു പോകണം. ഇപ്പൊ നല്ലൊരു ഈവനിങ് ടൈമാണ്. അപ്പൊ ഈ സമയത്താണ് നമ്മൾ ഇവിടുന്ന് തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴിക്ക് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഇറങ്ങി. അവിടുന്ന് ഞാനും ചേട്ടനും ചായ കുടിച്ചു കേട്ടോ. അവര് കൂൾ ഡ്രിങ്ക്സ് ആണ് കുടിച്ചത്. അപ്പൊ അതൊക്കെ കുടിച്ച് ഇങ്ങനെ റിട്ടേൺ ഇതാ പോരാണ്. എന്തായാലും അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ലക്നൗ സിറ്റിയൊക്കെ അവർക്ക് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ്സിലൂടെ അറിയിക്കാനും മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. നമ്മുടെ വീഡിയോ ഒക്കെ ഇത് എടുത്തിട്ട് കുറച്ച് ദിവസമായി, പക്ഷേ നമുക്ക് ടൈം ഒട്ടും കിട്ടാത്തതുകൊണ്ട് കേട്ടോ എഡിറ്റ് ചെയ്യാനൊക്കെ വൈകിയത്. അപ്പോൾ ഇനി എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.